Hello friends, welcome back to my channel. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിംഗ് സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് ഒരു മസാല ബോണ്ടയാണ്. നമ്മൾ സാധാരണ മസാല ബോണ്ട പൊട്ടറ്റോ യൂസ് ചെയ്തിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഞാൻ ഇന്ന് കപ്പ കൊണ്ടാണ് മസാല ബോണ്ട തയ്യാറാക്കുന്നത്. കൂടാതെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് കൂടെ ചേർക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കപ്പ ബോണ്ട തയ്യാറാക്കാൻ പോവാണ്. അത് നമ്മൾ പറഞ്ഞു കപ്പയാണ് മെയിൻ. അതുപോലെ രണ്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞു. അതൊന്ന് പൊരിച്ച ചിക്കനാണ്, ഫ്രൈഡ് ചിക്കൻ. അതുപോലെ രണ്ടാമത്തത് ചീസാണ്, മൊസറല്ല ചീസാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് രണ്ടുമാണ് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്സ് പറഞ്ഞത്. ഇനി നമുക്കതിൻ്റെ മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു കപ്പ് കടലമാവ്, അര കപ്പ് അരിപ്പൊടി, 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. കോൺഫ്ലോർ അല്ലെങ്കിൽ മൈദ യൂസ് ചെയ്യാം. ഇനി ഒരു അല്പം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അത് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടുതലാവാൻ പാടില്ല, ഒരുപാടാവരുത്. ഈ അരക്കപ്പ് വെള്ളം എടുത്തത് മുഴുവനായിട്ട് എനിക്ക് യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഈ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ മാവ് കിട്ടാനായിട്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്കതിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാം. ഇനി ഫില്ലിങ് തയ്യാറാക്കാനായിട്ട് നമ്മൾ കപ്പ പറഞ്ഞു, ചിക്കൻ പറഞ്ഞു, ചീസ് പറഞ്ഞു. കൂടാതെ ഉള്ള സാധനങ്ങൾ പറയാം. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ആഡ് ചെയ്യാം. ഇനി കപ്പ വേവിച്ച് വെച്ചതാണ്, വേവിച്ച് വെച്ച കപ്പ ആഡ് ചെയ്യാം. അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചി, പച്ചമുളക്, എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ആഡ് ചെയ്യാം. പിന്നെ കറിവേപ്പിലയും മല്ലിയിലയും. പിന്നെ ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ്, അതുകൂടെ ആഡ് ചെയ്യാം. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ചീസ് കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ചീസ് ഒരുപാട് ഇടുമ്പോഴാണ് നന്നായിട്ട് ആ ചീസിൻ്റെ ഒരു ഇത് കിട്ടുക കേട്ടോ. ഞാനിവിടെ കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഈ ചീസും ചിക്കനും ഇടാതെ നമുക്കിത് തയ്യാറാക്കാം. ഇനി പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചിക്കനിലും കപ്പയിലും ഉപ്പിട്ട് വേവിച്ചതുകൊണ്ട് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഈ സമയത്ത് കപ്പ നമുക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. നമ്മൾ കപ്പ വേവിച്ച് വെച്ചിട്ട് ആദ്യം ഒന്ന് ഉടച്ച് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് കൈയൊന്ന് നനച്ചതിന് ശേഷം ഓരോ ബോൾസ് ആക്കി എടുക്കാം. അങ്ങനെ ഞാനിവിടെ ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കണം. ഞാൻ ആദ്യം വറുക്കുന്നത് കാണിക്കാൻ വിട്ടു. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പാണ് ഈ ചെയ്യുന്നത്. നമ്മുടെ മാവിൽ നന്നായിട്ട് മുക്കിയതിന് ശേഷം നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊണ്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടുന്നത് വരെ നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും, അതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മുടെ കപ്പ ചിക്കൻ ചീസ് ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല ചീസ് ഒക്കെ ആണോ, ചീസിൻ്റെ ഒരു വലിവൊക്കെ വരുന്നുണ്ട്. അത് ചീസ് കുറവായത് കാരണമാണ്. കൂടുതൽ ചീസ് ഇടുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.